രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ഹ, എന്താ പതി പരമേശ്വരനോടൊരു സ്നേഹം. അതാകും അയാള് ഒരാളെ തീർത്തിട്ട് ഈ വീടിന്റെ പിന്നാമ്പുറത്ത് കുഴിച്ചിട്ട് മൂടിയിട്ടും പിന്നെ കണ്ടടന്നിറങ്ങാൻ പോയിട്ടും നിങ്ങൾക്കിപ്പോഴും അയാളോട് ഇത്രയും സ്നേഹം. അരിശത്തിൽ അഗ്നിയുടെ വായിൽ നിന്ന് വീണ വാക്കുകൾ കേട്ടതും അതുവരെ പരമേശ്വരന്റെ മുന്നിൽ കയറിയെന്ന് അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചവർ പെട്ടെന്ന് ഞെട്ടി അവനെ നോക്കി. ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ആരാരെ എന്ത് ചെയ്തെന്നാണ്? വേറെ ആര്? ഈ കിടക്കുന്ന നിങ്ങളുടെ പരട്ട കെട്ടിയോൻ തന്നെ. അവർ ഞെട്ടി അയാളെ നോക്കി. പക്ഷെ അപ്പോഴേക്കും അഗ്നിയുടെ കയ്യിൽ നിന്നുകൊണ്ട് രണ്ടടിയും കഴുത്തിൽ കുത്തിപ്പിടിച്ചു നിർത്തിയ ഒക്കെയായി പരമേശ്വരൻ ആകെ തളർന്നിരുന്നു. ഇപ്പോഴേ ഞെട്ടാതെ ഇനി എന്തുമാത്രം ഞെട്ടാൻ കിടക്കുന്നു? പാർത്ഥൻ പല്ലു ഞെരിച്ചു. ആരെയാ തീർത്തത്? ഒരിക്കലും താൻ പ്രതീക്ഷിച്ച ഉത്തരമായിരിക്കല്ലേ അവർ പറയുന്നത് എന്ന പ്രാർത്ഥനയോടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ അങ്ങനെ ചോദിച്ചത്. ആരെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ശരിക്കും മനസ്സിലായി കാണുമല്ലോ. പിന്നെന്തിനാ ഇങ്ങനൊരു ചോദ്യം? കുറുപ്പിനെയോ? ഉറപ്പിക്കാൻ എന്ന പോലെയുള്ള ആ ചോദ്യത്തിൽ അവർ വിറകൊള്ളുന്നത് 3 പേരും കണ്ടു. ആഹാ, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലെ നേരിയ പ്രതീക്ഷ പോലും നശിപ്പിച്ചുകൊണ്ട് കേട്ട അവരുടെ ആ പറച്ചിൽ മതിയായിരുന്നു ദേവമ്മയെ ആകെ ഞെട്ടിക്കാൻ. തലേന്ന് വരെ ജോലി ചെയ്ത ആളെ പിറ്റേന്ന് കാണാതായപ്പോൾ താൻ കുറുപ്പിനെ പറ്റി തിരക്കിയിരുന്നു. അപ്പോൾ കമ്പനിയിൽ നിന്നും കുറെ ലക്ഷങ്ങൾ അയാൾ തട്ടിയെടുത്തതിന്റെ പേരിൽ അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് പരമേശ്വരൻ ഭാര്യ അറിയിച്ചത്. കേട്ടപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. കാരണം അത്രത്തോളം വിശ്വസ്തനായിരുന്നു കുറുപ്പെന്നും. പക്ഷെ പറഞ്ഞത് ഭർത്താവായതുകൊണ്ട് തന്നെ അവരത് വിശ്വസിക്കാൻ ബാധ്യസ്ഥയായിരുന്നു. ആ ആളെപ്പറ്റിയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. വെറുതെ ദേവാ, ഇവരൊക്കെ നുണ പറയുന്നതാണ്. അയാൾ വെറുതെയെങ്കിലും പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഓ ആവട്ടെ, എന്തായാലും കൂട്ടുപ്രതികൾ സത്യം മൊത്തവും പോലീസിനോട് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ അവര് തന്നെ കണ്ടുപിടിച്ചോളും. അയാൾ ഞെട്ടി അവരെ നോക്കി. ഇത്രയൊന്നും ഞെട്ടണ്ട. നിങ്ങളുടെ കൂട്ടുപ്രതിയായ തന്തയും മോന്റെയും കാര്യം തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് കേട്ടതും താൻ പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് ഏതാണ്ട് ഉറപ്പായി. ഏതാണ്ട് അയാളുടെ അതേ അവസ്ഥയായിരുന്നു ആ സമയം കൊണ്ട് ആ സ്ത്രീയിലും. അപ്പൊ തീർത്തതും കുഴിച്ചിട്ടതും ഒക്കെ അറിഞ്ഞു. പക്ഷെ എന്തിനാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? അവർ വേഗം പാർത്ഥനെ നോക്കി. അയാൾ നിങ്ങളോട് ഒരു സത്യം പറയുമെന്ന് പറഞ്ഞു. അത് പക്ഷേ നിങ്ങളുടെ ഭർത്താവിന് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ദേവമ്മ പരമേശ്വരനെ നോക്കി. സത്യമോ? എന്ത് സത്യം? അവരുടെ ശബ്ദം വിറച്ചു. നിങ്ങൾ കൊടുത്തത് പൂർത്തിയാക്കിയത് ഇയാളാണെന്നുള്ള സത്യം. ആ നേരം വരെ മിണ്ടാതിരുന്നവന്റെ ശബ്ദം ഉയർന്നു കേൾക്കെ അതുവരെ മുന്നിൽ നിന്നിരുന്ന പാർത്ഥനും അഗ്നിയും 2 സൈഡിലായി മാറി. ആ ശബ്ദം ഒരുപോലെ പരമേശ്വരനെയും ദേവമ്മയും ഞെട്ടിച്ചു. എന്നെ സ്നേഹിച്ചു എന്നതിലപ്പുറം എന്റെ പെണ്ണ് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? എന്നിലും അധികം അവൾ നിങ്ങളെയല്ലേ അമ്മയെന്ന് വിളിച്ചിട്ടുള്ളത്. എന്നെക്കാളും കൂടുതൽ സ്നേഹം അവൾ തന്നിട്ടുള്ളതും നിങ്ങൾക്കല്ലായിരുന്നോ? എന്നിട്ടും അവളെ തീർക്കാൻ വേണ്ടി അവളുടെ രണ്ടാനച്ഛനെയും അയാളുടെ മകനെയും തന്നെ കാശ് കൊടുത്ത് കച്ചവടം ഉറപ്പിക്കുന്ന നേരത്ത് അറിയാതെ പോലും നിങ്ങളുടെ കൈ വിറച്ചില്ലേ? പതിയെ തുടങ്ങിയ സംസാരം അവസാനം എത്തിയപ്പോഴേക്കും അലർച്ചയായി വഴിമാറിയതും അവർ കിലുകിലെ വിറച്ചു തുടങ്ങി. ഒരിക്കലും മറ്റാരും അറിയില്ലെന്ന് വിചാരിച്ച സത്യം പറയാൻ, അവളെ തീർക്കാനും പാകത്തിൽ നിങ്ങൾക്ക് എന്തായിരുന്നു അവളോടുണ്ടായ ദേഷ്യമെന്ന് അലറിക്കൊണ്ടുള്ള ചോദ്യത്തിൽ അവർ പേടിച്ച് നിലത്തേക്കിരുന്നുപോയി. അങ്ങനെയല്ല മോനെ. അവള് അവള് നിന്റെ കൂടെ അല്ലാതെ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ വെറുതെ വിട്ടതാണ്. ആ സമയത്ത് അവൾ ഭ്രാന്താശുപത്രിയിലുമായിരുന്നു. ഒക്കെ സമാധാനമെന്ന് വിചാരിച്ചിരുന്ന നേരത്താണ് പിന്നെയും അവൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് ഞാൻ അറിയുന്നത്. ഒപ്പം എന്നെങ്കിലും നീ നിന്റെ ദേഷ്യം കളഞ്ഞ് അവളെ തിരക്കിയിറങ്ങിയാൽ വീണ്ടും നിങ്ങൾ ഒന്നിച്ചാൽ ഞാനായിരുന്നു നിങ്ങളെ പിരിച്ചതെന്ന് ഉറപ്പായും നീ അറിയും. അപ്പോ എന്നിൽ നിന്നും എന്നേക്കുമായി നീ അകന്നു പോകും. അതെനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അങ്ങനെ ആലോചിച്ചപ്പോൾ അവള് തീർന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന് തോന്നി. ഹോ, അതല്ലാതെ അവൾ ജീവിച്ചിരുന്നാൽ നിന്നെ നീ നീ കല്യാണം കഴിച്ചാൽ നിന്റെ അച്ഛന്റെ അഭിമാനം, നമ്മുടെ കുടുംബ പേര് എല്ലാം എല്ലാം പോകില്ലേ? അവര് ഓരോന്നോരോന്ന് എണ്ണിപ്പെറുക്കി പറഞ്ഞതും വംശി മുന്നിലിരുന്ന ഗ്ലാസ് ടേബിൾ കസേരയെടുത്ത് ഒരൊറ്റ അടി കൊടുത്തു. അത് 1000 കഷ്ണങ്ങളായി ചിന്നിച്ചിതറി. അച്ഛന്റെ അഭിമാനം, കുടുംബ പേര്, അതിനു വേണ്ടി ഒരു പാവം പെണ്ണിനെ തീർക്കാൻ തീരുമാനിക്കുമ്പോൾ ഒരു നിമിഷം പോലും നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ തടഞ്ഞില്ലേ? ദേഷ്യത്തിനും അപ്പുറം മറ്റെന്തോ ഭാവമായിരുന്നു ആ നിമിഷം അവനിൽ. എന്തായാലും ഭാര്യയും ഭർത്താവും കൊള്ളാം.
മകനെ നഷ്ടപ്പെടാതെ കുടുംബപ്പേരിന് കളങ്കം വരാതിരിക്കാൻ നിങ്ങൾ കൊടുത്ത കൊട്ടേഷൻ പോരെന്ന് ആ പരട്ട തന്തയ്ക്കും അയാളുടെ മോനും തോന്നിയിട്ടാകും അവര് നേരെ നിങ്ങളുടെ ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്നുകൂടി അടുത്ത കൊട്ടേഷൻ ഏറ്റെടുത്തത്. പറയുമ്പോൾ അവനിൽ നിറയെ പുച്ഛമായിരുന്നു. വല്ലാത്തൊരു ക്രൗര്യത്തോടെ അവനത് പറയുമ്പോൾ അവരുടെ നോട്ടം ഭർത്താവിലേക്ക് പോയി. അയാളുടെ മുഖം നിർജീവമായിരുന്നു. താൻ അവളെ തീർക്കാൻ നോക്കി എന്നറിഞ്ഞിട്ടും ആ മുഖത്ത് വലിയ ഭാവവ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം നേരത്തെ തന്നെ അയാൾ ഇതൊക്കെ അറിഞ്ഞെന്നല്ലേ. പക്ഷെ അപ്പോഴും അയാൾക്ക് അത്രയും ഇഷ്ടമുള്ള കുറുപ്പിനെ കൊല്ലാൻ പാകത്തിൽ എന്ത് രഹസ്യമായിരുന്നു അയാൾക്ക് തന്നോട് പറയാനുണ്ടായിരുന്നത് എന്നൊരു ചോദ്യം അവരുടെ മനസ്സിനെ ഉലച്ചു. ആ ഒരു നോട്ടം അവര് മകനെ നോക്കി. നിങ്ങളിപ്പോൾ മനസ്സിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും നിങ്ങളും അയാളും ചെയ്ത കാര്യം നിങ്ങളുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാൻ എനിക്ക് തോന്നുന്നില്ല. എത്രയൊക്കെ ആയാലും ഒരു കാലത്ത് നിങ്ങളെ ഞാൻ അച്ഛൻ, അമ്മ എന്ന് തന്നെയല്ലേ വിളിച്ചിട്ടുള്ളൂ. അത്രയും ദേഷ്യത്തിൽ നിൽക്കുമ്പോഴും നിസ്സഹായതയുടെ ഒരു പാളി അവൻ കണ്ണുനീരായി പൊഴിച്ചു. അവർ നിലത്തുനിന്നും എഴുന്നേറ്റ് തല കുമ്പിട്ടിരിക്കുന്ന ഭർത്താവിന്റെ അടുത്തേക്ക് ചെന്നു. വിച്ചു എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? കുറുപ്പിനെ നിങ്ങൾ എന്തിനാ? അവന്റെ പെണ്ണിനെ ഞാൻ തീർക്കാൻ നോക്കി എന്നുപോലും എന്റെ മുഖത്ത് നോക്കി പറഞ്ഞവന് ഇപ്പൊ ബാക്കി പറയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ എന്താണ് ചെയ്തത്? അന്ന് വരെ ഭർത്താവിന് മുന്നിൽ തലകുമ്പിട്ട് നിന്നവർ ആദ്യമായി അയാളെ അത്രയും ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. അയാൾ മിണ്ടിയില്ല. നിങ്ങളോടെയാണ് ഞാൻ ചോദിച്ചത്. അത്രയ്ക്ക് മറയ്ക്കുന്ന എന്താ നിങ്ങൾ ചെയ്തതെന്ന്. ഭദ്രകാളി തുള്ളും പോലെയുള്ള അവരുടെ ആ ഒച്ച കേട്ടതും പരമേശ്വരൻ അന്ന് ആദ്യമായി അവരുടെ മുന്നിൽ പേടിയോടെ നോക്കി. അത് അത് നീ അറിയണ്ട. പറ്റില്ല. എനിക്കറിഞ്ഞേ പറ്റൂ. ലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും കണ്ണിൽ നോക്കി കാര്യങ്ങളെ വിളിച്ചു പറയുന്നവൻ ഇന്ന് തന്റെ മുഖം നോക്കാതെ കണ്ണു നിറച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ അവർക്ക് ആ കാര്യം അറിഞ്ഞേ പറ്റുള്ളായിരുന്നു. അപ്പോ അപ്പൊ നിങ്ങൾ പറയില്ല അല്ലേ? വേണ്ട, നിങ്ങൾ പറയണ്ട. വല്ലാത്തൊരു ഭാവത്തിൽ അയാളെ നോക്കി അവർ തിരിഞ്ഞത് അഗ്നിയുടെയും പാർത്ഥന്റെയും അടുക്കലേക്കാണ്. അവനെ സംബന്ധിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പറ, സ്വന്തം നിഴൽ പോലെ കൂടെ നടന്ന കുറുപ്പിനെ കൊല്ലാൻ പാകത്തിൽ എന്ത് സത്യമായിരുന്നു അയാൾക്ക് എന്നോട് പറയാനുണ്ടായിരുന്നതെന്ന്. അറിയില്ല. രണ്ടുപേരും ഒറ്റവായിൽ പറഞ്ഞപ്പോൾ അവരുടെ നെറ്റി ചുരുങ്ങി. നേരാണ് പറഞ്ഞത്. ആ ഒരു കാര്യം സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. നുണ. അവരോട് ചോദിക്കണ്ട, അവർക്കറിയില്ല. കാരണം നിങ്ങൾ കൊട്ടേഷൻ ഏൽപ്പിച്ച രണ്ടവന്മാരെയും പുഴുത്ത പട്ടിയെപ്പോലെ ഇവന്മാർ രണ്ടുപേരും സ്വന്തം പെങ്ങക്ക് വേണ്ടി തീർത്തു കളഞ്ഞിട്ടും ആ നിമിഷം പോലും അവർ രണ്ടുപേരും ഇയാൾ ചെയ്ത പാതകം ഇവരോട് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ഒരു കാര്യം അവർക്കും അറിവില്ലായിരുന്നു. തങ്ങൾ രണ്ടുപേരും കൂടി വരുണിനെയും തന്തയും തീർത്തു എന്നുള്ള കാര്യം വംശിക്കറിയാം എന്നത് ആ നിമിഷമാണ് അഗ്നിയും പാർത്ഥനും തിരിച്ചറിഞ്ഞത്. പക്ഷെ അപ്പോഴും ഇവൻ അറിഞ്ഞ ആ രഹസ്യം എന്തുകൊണ്ട് തങ്ങൾ അറിഞ്ഞില്ല എന്ന ചിന്തയ്ക്കുള്ള ഉത്തരമായിരുന്നു അവന്റെ അവസാനത്തെ വാചകം. ഇന്നിപ്പോൾ കുറുപ്പേട്ടൻ ഇല്ല എന്നുള്ള സത്യം അറിയുന്ന മൂന്ന് പേരെ ജീവനോടെയുള്ളൂ. ഒന്ന്, ഈ കിടക്കുന്ന നിങ്ങളുടെ ഭർത്താവ്. രണ്ട്, അവളുടെ സ്വന്തം തള്ള. പിന്നെ ഈ ഞാനും. അവൻ പല്ല് കടിച്ചു വെച്ചുകൊണ്ട് പരമേശ്വരനെ ദഹിക്കും പോലെ നോക്കി. അപ്പോ അപ്പോ അവളുടെ തള്ള നിന്റെ കയ്യിലുണ്ടോ? പാർത്ഥനാണത് ചോദിച്ചത്. അന്ന് താനും പാർത്ഥനും ആ രണ്ടാനച്ഛനെയും മകനെയും തിരക്കി പോകുന്ന കൂട്ടത്തിൽ ആ തള്ളയെപ്പറ്റിയും അന്വേഷിച്ചിരുന്നു. അപ്പോ അവരേതോ തമിഴന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നാണ് അറിഞ്ഞത്. കുറെ തിരക്കിയെങ്കിലും അവരെ കിട്ടിയിരുന്നില്ല. അവരോട് പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയാതെ അവൻ ദേവമ്മയുടെ നേരെ തിരിഞ്ഞു. ആ തള്ള ശവമായി ആ കട്ടിലിൽ പുഴു വരിച്ചു കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്തായാലും വന്ന് പറയില്ല. പിന്നെ ഞാൻ അങ്ങനെ ഒരു കാര്യം പറയാൻ എനിക്ക് അറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ സത്യം അറിയണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് തന്നെ അറിയണം. അയാളിൽ നിന്ന് മാത്രമേ നിങ്ങൾ അറിയുകയുള്ളൂ. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ ഈ കഥയുടെ അവസാന ഭാഗമാണ്. പുതിയ കഥ നാളെ തന്നെ നമുക്ക് തുടങ്ങാം. നേരത്തെ പാതിയിൽ നിർത്തിവെച്ച താലിയായിരിക്കും തുടങ്ങുന്നത്. ഈ കഥയ്ക്ക് തന്ന അതേ സപ്പോർട്ട് ആ കഥയ്ക്ക് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി.